തിരഞ്ഞെടുപ്പെടുത്ത ബീഹാറിലേക്ക് വമ്പൻ പദ്ധതികളുമായി കേന്ദ്ര സർക്കാർ കടന്നു വരുന്നത് ഒരു സാധാരണ സംഭവമല്ല, മറിച്ച് ബി.ജെ.പിയുടെ രാഷ്ട്രീയ നീക്കങ്ങളുടെ ഒരു വ്യക്തമായ സൂചനയാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി 13,000 കോടി രൂപയുടെ പദ്ധതികൾ സംസ്ഥാനത്ത് പ്രഖ്യാപിച്ചതോടെ ബീഹാറിലെ രാഷ്ട്രീയ കളികൾ പുതിയൊരു തലത്തിലേക്ക് ഉയർന്നിരിക്കുന്നു. ആരോഗ്യം, വൈദ്യുതി, നഗരവികസനം, റോഡ് നിർമ്മാണം തുടങ്ങിയ സുപ്രധാന മേഖലകളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന ഈ പദ്ധതികൾ കേവലം വികസനം എന്നതിനപ്പുറം വോട്ടർമാരെ സ്വാധീനിക്കാനുള്ള ഒരു തന്ത്രപരമായ നീക്കമായി രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നു. ഈ പദ്ധതികളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് പട്നയെയും ബെഗുസാരയെയും ബന്ധിപ്പിക്കുന്ന ഗംഗാ നദിക്ക് മുകളിലൂടെയുള്ള 6 പാലമാണ്. 1871 കോടി രൂപ ചിലവിൽ നിർമ്മിക്കുന്ന ഈ പാലം ഏഷ്യയിലെ ഏറ്റവും വീതിയേറിയ പാലമാണ്. 34 മീറ്റർ വീതിയുള്ള ഈ പാലം യാഥാർത്ഥ്യമാകുമ്പോൾ ബീഹാറിന്റെ ഗതാഗത മേഖലയിൽ വിപ്ലവകരമായ മാറ്റങ്ങൾ ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. നഗരങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുകയും യാത്രാ ദുരിതം കുറയ്ക്കുകയും ചെയ്യുന്ന ഈ പാലം ബി.ജെ.പിക്ക് വലിയ ജനപിന്തുണ നേടിക്കൊടുക്കുമെന്നും കരുതുന്നു. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ജെ.ഡി.യുവിന് ഒരു സീറ്റും നേടാൻ കഴിയാത്ത മഗധ് മേഖലയിൽ ഇപ്പോൾ കേന്ദ്രം വലിയ ശ്രദ്ധ നൽകുന്നുണ്ട്. ദുർബലമായ ഈ മേഖലയിൽ വോട്ടർമാരെ ആകർഷിക്കാനായി ബി.ജെ.പി വലിയ പദ്ധതികളാണ് ആസൂത്രണം ചെയ്തിരിക്കുന്നത്. ഗയയിലെ മഗധ് സർവകലാശാല ക്യാമ്പസിൽ നടക്കുന്ന മോദിയുടെ റാലി ഈ നീക്കത്തിന്റെ ഭാഗമാണ്. ഗയയെ ന്യൂഡൽഹിയുമായി ബന്ധിപ്പിക്കുന്ന അമൃത് ഭാരത് എക്സ്പ്രസും ബുദ്ധിസ്റ്റ് സർക്യൂട്ട് ട്രെയിനും ഫ്ലാഗ് ഓഫ് ചെയ്യുന്നതിലൂടെ ബി.ജെ.പി 2 പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങളാണ് മുന്നോട്ട് വെക്കുന്നത്. ഒന്ന്, ഗതാഗത മേഖലയിലെ അടിസ്ഥാന സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തുക. 2, ബീഹാറിലെ ബുദ്ധമത വിശ്വാസികളുടെയും വിനോദസഞ്ചാരികളുടെയും പിന്തുണ നേടുക. കഴിഞ്ഞ 4 മാസത്തിനിടെ ഇത് 4ാം തവണയാണ് മോദി ബീഹാർ സന്ദർശിക്കുന്നത്. ഒക്ടോബർ, നവംബർ മാസങ്ങളിൽ നടക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ ബി.ജെ.പിയുടെ പ്രകടനം മെച്ചപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് ഈ തുടർച്ചയായ സന്ദർശനങ്ങൾ. എല്ലാ മാസവും ഒരു തവണയെങ്കിലും പ്രധാനമന്ത്രി ബീഹാർ സന്ദർശിക്കുമെന്ന് ബി.ജെ.പി പ്രഖ്യാപിച്ചിട്ടുണ്ട്. പ്രധാനമന്ത്രിയുടെ ഈ നീക്കം തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് പുതിയ ഉണർവ് നൽകുമെന്നാണ് ബി.ജെ.പിയുടെ പ്രതീക്ഷ. ഗയയിൽ നടക്കുന്ന റാലിയിൽ ബീഹാർ മുഖ്യമന്ത്രി നിതീഷ് കുമാർ, ഉപമുഖ്യമന്ത്രി സാമ്രാട് ചൗധരി, കേന്ദ്രമന്ത്രിമാരായ ജിതൻ റാം മാഞ്ചി, ചിരാഗ് പാസ്വാൻ എന്നിവരും പങ്കെടുക്കും. ഏകദേശം 2 ലക്ഷം പേർ റാലിയിൽ പങ്കെടുക്കുമെന്നാണ് ബി.ജെ.പി പ്രതീക്ഷിക്കുന്നത്. ഈ കൂട്ടായ ശ്രമത്തിലൂടെ ബി.ജെ.പിക്ക് ബീഹാറിൽ വൻ മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിയുമോ എന്ന് കണ്ടറിയാം. തിരഞ്ഞെടുപ്പിന് മുന്നോടിയായി നടക്കുന്ന ഈ വൻ പദ്ധതി പ്രഖ്യാപനങ്ങൾ ബീഹാറിലെ രാഷ്ട്രീയ അന്തരീക്ഷം കൂടുതൽ ചൂട് പിടിപ്പിക്കുമെന്ന് ഉറപ്പാണ്. ഈ വികസന പദ്ധതികൾ ബീഹാറിന്റെ ഭാവിയെ എങ്ങനെ സ്വാധീനിക്കുമെന്നും തിരഞ്ഞെടുപ്പിൽ ആര് വിജയിക്കുമെന്നും അറിയാനായി നമുക്ക് കാത്തിരിക്കാം. എന്തായാലും ഈ വിഷയത്തിലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായും കമന്റ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും എത്തും വരെ